അങ്ങയുടെ മുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. എന്റെ ഈശോയെ, എന്റെ കർത്താവേ, എല്ലാവരും ചേർന്ന് അങ്ങേ തിരുമുറിവുകൾ ഈശോയേ, രണ്ട് കരങ്ങളെ തുറന്ന് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നമ്മുടെ ഓരോരുത്തരെയും മുറിവുകളെ ചേർത്ത് വെച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയ്ക്ക് സൗഖ്യം തരാൻ സാധിക്കാത്ത മുറിവുകളില്ല മക്കളെ. കുത്തി തുളയ്ക്കപ്പെട്ട കൈകാലുകളിൽ നിന്ന് സൗഖ്യവിധ കുടഞ്ഞെടുക്കപ്പെടുന്നു. കാൽവരിയിലെ പിടച്ചിലുകൾ കണ്ടുകൊണ്ട് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. ആ മുൾക്കിരീടം കണ്ടുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചോ. മഹത്വത്തിന്റെ വാടാത്ത കിരീടമുണ്ടല്ലോ. കാൽവരിയിലെ കർത്താവിന്റെ പിടച്ചിലുകൾ കണ്ടുകൊണ്ട് വിളിച്ചുണരട്ടെ. ആ സൗഖ്യത്തിന്റെ നിശ്വസ്തരങ്ങളാണല്ലോ. യേശുവേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നിന്റെ ജീവിതം മുഴുവനെ ചേർത്ത് വെച്ച് ഒറ്റ വിളിയൊന്ന് വിളിച്ചേ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുമുറിവിലേക്ക് നിന്റെ കുടുംബത്തെ, നിന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ചേർത്ത് വെച്ച് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. അവന് സൗഖ്യം ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. വിളിച്ച് വിളിച്ചുണരട്ടെ. യേശുവേ, ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ എല്ലാമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ ജീവന്റെ ജീവനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനെ നോക്കുക. അവനെ നോക്കിയവർ പ്രകാശിതരായി. അവിടുത്തെ ശക്തി പൊട്ടിപ്പുറപ്പെടുന്നു. ഇന്ന് തിരുസഭ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ സുദിനം. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിനാണല്ലോ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപം അവിടുന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഓരോ ദിനവും കുടുംബ പ്രാർത്ഥന നടത്തി കഴിയുമ്പോൾ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ നമ്മുടെ കുടുംബത്തിൽ ചൊല്ലുന്നതിന്റെ കാരണം എന്താ? നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുടുംബമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുവചനം ഇന്ന് നമ്മെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇസ്രായേലിന്റെ പ്രകാശഭഗ്നിയായും അവിടുത്തെ പരിശുദ്ധൻ ജ്വാലിയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളും മുൾപ്പടപ്പും കത്തിച്ചാമ്പലാവും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധൻ ജ്വാലയായും മാറും. അതാണ് മക്കളെ ഈശോയുടെ തിരുഹൃദയം. 1672 മുതൽ 1675 വരെ ഈശോ പല പ്രാവശ്യം വിശുദ്ധ മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കൊടുത്തു. ഈശോയുടെ തിരുഹൃദയം അവൾക്ക് കാണിച്ചു കൊടുത്തു. അവളോട് പറഞ്ഞു, മോളെ, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഹൃദയമായി എൻ്റേത്. ഓരോ മനുഷ്യരും ചെയ്യുന്ന കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും എൻ്റെ ആത്മാവിനെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്ന്.
ഇതിനുശേഷം ലിയോ 13 മാർപ്പാപ്പയുണ്ടല്ലോ, ഈശോയുടെ തിരുഹൃദയ തിരുനാൾ സാർവത്രിക സഭയിലെ തിരുനാളായി അവിടുന്ന് ഉയർത്തി എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ ഈശോയുടെ തിരുഹൃദയം നമുക്ക് തരുന്ന ഏതാനും സമ്മാനങ്ങളുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഈ ഹൃദയമുണ്ടല്ലോ ശരീരത്തിന് പുറത്താണ് അവിടുന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. എല്ലാ ഹൃദയങ്ങളും ശരീരത്തിന്റെ അകത്താണെങ്കിൽ ഈശോയുടെ തിരുഹൃദയം ഇതാ ശരീരത്തിന് പുറത്താണ്. ഇത് മനുഷ്യരോടുള്ള ഈശോയുടെ എന്തെന്നില്ലാത്ത സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ് ഈശോയുടെ തിരുഹൃദയം എന്നുള്ളത്. ഈശോയുടെ സ്നേഹത്തിന്റെ പാരമ്യമാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയം എന്നുള്ളത്. സകല മനുഷ്യരെയും ഈശോ ആ ഹൃദയത്തിലേക്ക് മാടി വിളിക്കുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഓരോ ദിനവും ഓരോ കുടുംബവും ആശ്വാസം കണ്ടെത്തുന്നത്, തണൽ കണ്ടെത്തുന്നത്, തലോടൽ കണ്ടെത്തുന്ന സ്ഥലമാണ് ഈശോയുടെ തിരുഹൃദയം എന്നുള്ളത്. അതുകൊണ്ടല്ലേ നമ്മുടെ കുടുംബത്തിൽ കയറി വന്നിരിക്കുന്ന സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം ഉണ്ടാകണമെന്ന് നമ്മൾ ഓരോരുത്തരും നിഷ്ഠ വെച്ചിരിക്കുന്നത്. ഇത് സകല പാപികളെയും മാടി വിളിക്കുന്ന ഈശോയുടെ തിരുഹൃദയം എന്നുള്ളത്. സകല പാപികൾക്കുമുള്ള അഭയ കേന്ദ്രമാണ് ഈശോയുടെ തിരുഹൃദയം. അതുകൊണ്ട് തന്നെയാ വിശുദ്ധ മേലിയ അലക്കോക്കിനോട് ഈശോ പറഞ്ഞത്, മോളെ, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഹൃദയമാ എൻ്റേത്. ഓരോ മനുഷ്യരും ചെയ്യുന്ന കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും എൻ്റെ ആത്മാവിനെ ഒരുപാട് 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 കുത്തി നോയിപ്പിക്കുന്നു എന്ന്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ഞാൻ ചെയ്ത പാപം ഈശോയുടെ തിരുഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്, എത്രമാത്രം നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. നീ ഒരുപക്ഷെ ധൂർത്തപുത്രനായിരിക്കാം, പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയവനോ നാട് വിട്ടുപോയവനായിരിക്കാം. എന്നാൽ ആ പിതാവിന്റെ ഭവനത്തിലേക്ക് നിന്നെ മാടി വിളിക്കുകയാണ് സ്വർഗീയ പിതാവായി ഈശോ. സ്വർഗീയ പിതാവായി ഈശോ നിന്നെ ചേർത്ത് പിടിക്കുകയാണ്. അനുതാപത്തിലേക്ക് കടന്നു വരുവാൻ, സുബോധത്തിലേക്ക് കടന്നു വരുവാൻ ഈശോ നിന്നോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപത്തിൽ വീണ്ടും നാം കാണുകയാണ് ഒരു കുരിശ് കാണാൻ സാധിക്കും. കുരിശ് നമ്മൾ ധരിക്കുന്ന വ്യക്തികളാണ്, കുരിശ് വരയ്ക്കുന്ന വ്യക്തികളാണ്. നാം സ്വീകരിക്കുന്ന സമാധാനം പോലും കുരിശിന്റെ ആകൃതിയിലാണ്. നിങ്ങളുടെ ഓരോരുത്തരെയും താലിമാല പോലും അതിൽ കുരിശുണ്ട്, കൊന്തയുണ്ടോ അതിൻ്റെ അറ്റത്ത് കുരിശുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ അത് വിജാതീയർക്ക് ബോക്ഷത്വമായിട്ടുള്ളതാണ് കുരിശെങ്കിൽ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ അടയാളമാണ് കുരിശ്. അതുകൊണ്ട് ആ വചനം പറയുന്നേ, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. വീണ്ടും വചനം പറയുകയാണ്, അവനെ കുത്തി മുറിവേൽപ്പിച്ചവർ അവനെ നോക്കി നിൽക്കും, ആ കുരിശിനെ നോക്കി നിൽക്കുമെന്ന് അവിടെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് അനുദിന ജീവിതത്തിലെ നമ്മുടെ ക്ലേശങ്ങളാണ്, നമ്മുടെ സഹനങ്ങളാണ് ആ കുരിശ് പ്രതിദാനം ചെയ്യുന്നത്. ഏതൊക്കെ മക്കളാണോ ഏതെല്ലാ രീതിയിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ, ഇന്ന് നിന്റെ കുടുംബം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിട്ടുള്ള കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ ആ കുരിശ് നിന്നോട് പറയുക, നിന്റെ വേദനകളും നിന്റെ നൊമ്പരങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ ആ ഈശോയുടെ തിരുഹൃദയത്തെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ആ സ്പന്ദിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഇതാ തിരുമുറിവുകൾ, ആ തിരുമുറിവിൽ നിന്ന് തിരുരക്തവും തിരുജലവും അവിടുന്ന് ഒഴുകിയാണ്. പടയാളികൾ ഒരുവൻ അവനെ കുന്തം കൊണ്ട് കുത്തി, അതിൽ നിന്ന് രക്തവും ജലവും ഒഴുകിയെന്ന് വചനം പറയുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഇതാ രക്തവും ജലവും അവിടുന്ന് ഒഴുകുകയാണ്. ആ തിരുമുറിവിൽ നിന്ന് ഒഴുകിയ തിരുജലവും തിരുരക്തവും നമുക്ക് സഭാപിതാക്കന്മാർ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? സഭാപിതാവായ വിശുദ്ധ ബൊനവെൻച്ചർ പറയുകയാണ്, തിരുഹൃദയത്തിൽ നിന്നുള്ള ജലം
നമ്മുടെ മാമോദീസായെ അവിടുന്ന് സൂചിപ്പിക്കുന്നു. മാമോദീസായിലൂടെ ഓരോ ദൈവമക്കളും നിത്യജീവനിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആ യാത്രയിൽ നമുക്കോരോരുത്തർക്കും ജീവൻ പ്രദാനം ചെയ്യുന്ന, ശക്തി പ്രദാനം ചെയ്യുന്നതാണ് ആ തിരുരക്തം. തിരുരക്തം വിശുദ്ധ കുർബാനയെയാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. നിത്യജീവനിലേക്കുള്ള യാത്രയിൽ ശക്തി പ്രദാനം ചെയ്ത്, ജീവൻ പ്രദാനം ചെയ്ത് നമ്മെ കൊണ്ടുപോയി നടക്കുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് വിശുദ്ധ ബെനവൻച്ചർ പറയുകയാണ്. വീണ്ടും 12-ാം പീയൂസ് മാർപ്പാപ്പ ഈ തിരുമുറിവിൽ നൊഴുകുന്ന ഈ തിരുരക്തത്തെയും തിരുജലത്തെയും കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: രക്ഷകന്റെ മുറിവേൽപ്പിക്കപ്പെട്ട മുറിവിൽ നിന്നും സഭ ചരിക്കുന്നു. അവൾ രക്ഷകന്റെ കൃപ സമൃദ്ധമായി വിതരണം ചെയ്യുന്നവളാണ്. അതേ ഹൃദയത്തിൽ നിന്നും കൂദാശകളാകുന്ന കൃപകൾ ഒഴുകുന്നു. തിരുസഭാ മക്കൾ അവളിൽ നിന്നും നിത്യജീവൻ സ്വീകരിക്കുന്നു. ഈശോയുടെ തിരുമുറിവ്, ആ തിരുമുറിവിൽ നിന്ന് ഈശോയുടെ തിരുരക്തവും തിരുജലവും ഒഴുകി എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ടതാണ്, ഈശോയുടെ ശരീരത്തിൽ നിന്ന് ഏറ്റവും അവസാനത്തുള്ളി രക്തമാ, ഏറ്റവും അവസാനത്തുള്ളി ജലമാ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഒഴുക്കിയത്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിന്റെ യാത്രയിൽ, നിത്യജീവന്റെ യാത്രയിൽ നമുക്ക് തരുന്ന കൃപയാണ്, ശക്തിയാണ് ഈ തിരുശരീരവും തിരുരക്തവും തിരുജലവും എന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിയണം. വീണ്ടും നാം കാണുകയാണ് ഈശോയുടെ ആ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ മുൾക്കിരീടത്താൽ ചുറ്റപ്പെട്ടതാണ് ഈശോയുടെ തിരുഹൃദയം. ഇത് നമുക്ക് പറഞ്ഞു തരികയാണ്, നമ്മുടെ ഓരോരുത്തരെയും പാപത്തെയാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ മേരി അലക്കോക്കിനോട് ഈശോ പറയുകയാണ്, കുരിശിൽ മുറിവേറ്റ എൻ്റെ ഹൃദയം മനുഷ്യരുടെ നിന്നാപമാനങ്ങളാൽ ഇന്നും മുറിവേൽക്കുന്നു. ഓരോ വ്യക്തിയും ഓരോ പ്രാവശ്യവും പാപം ചെയ്യുമ്പോൾ ഈശോയെ വീണ്ടും 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 ആ തിരുഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെയും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പരിഹാരം ചെയ്യണ്ടേ, പരിഹാരം ചെയ്ത് ജീവിക്കുക, അടുത്തടുത്ത് കുമ്പസാരിക്കുക. ഈശോ പറയുകയാണ്, പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുക, അങ്ങനെ പാപത്തിന് വഴി വിട്ടുപേക്ഷിക്കുക. കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ജീവിക്കുവാൻ ഈശോ ഒരു ദൈവ പൈതലിനോടും അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ്. വീണ്ടും ആ ഈശോയുടെ തിരുഹൃദയത്തിൽ കാണുകയാണ്, അഗ്നിയാൽ ജ്വലിക്കുന്നതാണ് ഈശോയുടെ തിരുഹൃദയം. ആ തിരുഹൃദയത്തിൽ നിന്ന് അതിൻ്റെ ചുറ്റുമായി അഗ്നി ആളിക്കത്തുന്നുണ്ട്, അഗ്നി ജ്വലിക്കുന്നുണ്ട്. അതെന്താണ്? ഈശോയുടെ അസ്തമിക്കാത്ത സ്നേഹമാണ്. ഓരോ പ്രഭാതത്തിനും നമുക്ക് തരുന്ന ഈശോയുടെ സ്നേഹമാണ് ആ തിരുഹൃദയത്തിൽ നിന്ന് ജ്വലിക്കുന്ന അഗ്നി എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബാംഗങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, പ്രിയപ്പെട്ടവർ, ഇവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? ഈശോയുടെ സ്നേഹം നമ്മിലേക്ക് ഒഴുകുന്നുകൊണ്ടാണ്. ഈ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം നമ്മിലേക്ക് അവിടുന്ന് ഒഴുകുന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആ തിരുഹൃദയത്തെ കാണാൻ സാധിക്കും, ജ്വലിക്കുന്ന ആ തീ എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെ ഓരോ മക്കളും തിരിച്ചറിയണം, ഈശോയുടെ തിരുഹൃദയത്തിൽ അസ്തമിക്കാത്ത സ്നേഹം തൻ്റെ മക്കളിലേക്ക് അവിടുന്ന് വർഷിക്കുകയാണ്. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ കിടന്ന് നിലവിളിക്കുക. ഈ സമയത്ത് മോശയെ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നതിനായി അവിടുന്ന് തെരഞ്ഞെടുത്ത് അയക്കുക. മോശയെ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചപ്പോൾ മോശ ഹൊറോബ് മലയിലേക്ക് കടന്നു ചെന്നു. അവിടെ മോശ കാണുന്നുണ്ട്, ഇതാ ജ്വലിക്കുന്ന അഗ്നി കാണുന്നുണ്ട്. പക്ഷെ ഒരു സവിശേഷതയുണ്ട്, ഒരിക്കലും ചാമ്പലാവുന്നില്ല ആ അഗ്നി എന്നുള്ളതാ. ഇത് തന്നെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രത്യേകത. ഇത് ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും കത്തി നശിക്കാത്ത, ഒടുങ്ങാത്തതാണ് ഈശോയുടെ സ്നേഹം എന്നുള്ളത്. മോശയോട് അവിടുന്ന് പറയുന്നുണ്ട്, അവനെ വിശുദ്ധീകരിക്കുന്നു, അവന് ദൗത്യം കൊടുക്കുകയാണ്. ഓരോ വ്യക്തികളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ നമ്മെ വിശുദ്ധീകരിക്കുന്നുണ്ട്. ഓരോ വ്യക്തികൾക്കും അവിടുന്ന് ദൗത്യം തരുന്നുണ്ട്. സമറിയക്കാരി സ്ത്രീ
ഈശോയുടെ ഹൃദയം തൊട്ടറിഞ്ഞവളാ. സമറിയക്കാരി സ്ത്രീ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. എത്ര സ്നേഹം കിട്ടിയാലും മതിയാവാത്തവളായിരുന്നു. എന്നാൽ തൻ്റെ ഹൃദയം ഈശോയോട് ചേർത്ത് വെച്ചപ്പോൾ പഴയ ജീവിതത്തിന്റെ പിന്നാലെയല്ല പോയത്, ഒരു പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പിന്നാലെ, ലോകമോഹങ്ങളുടെ പിന്നാലെ പോകുന്ന മക്കളെ, നിനക്ക് അഭയമുണ്ട്. ഈശോയുടെ തിരുഹൃദയം തിരിച്ചു നടക്കാൻ നിന്നോട് അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ്. നിന്റെ കുടുംബത്തെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുവാൻ കർത്താവ് അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഈ സമയം നമ്മുടെ കുടുംബങ്ങളായിരുന്നു കൊണ്ട് മുട്ടുകൾ കുത്തി നിൽക്കാം. ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുമ്പിൽ നമുക്ക് മുട്ടുകൾ കുത്തി നിൽക്കാം. 2 കരങ്ങൾ നമുക്ക് തുറന്നു പിടിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം, ഈശോയുടെ തിരുഹൃദയത്തിൽ ഒഴുകുന്ന സ്നേഹത്തിന്റെ വായ്പകൾ, ഈശോയുടെ തിരുഹൃദയത്തിൽ ഒഴുകുന്ന കരുണ, ഈശോയുടെ തിരുഹൃദയത്തിൽ ഒഴുകുന്ന ആ തിരുരക്തവും തിരുച്ചലവും നമ്മെ ഓരോരുത്തരും അഭിഷേകം ചെയ്യുന്ന സമയമാ. 2 കരങ്ങൾ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സർവശക്തിയോടുകൂടെ വിളിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയുടെ തിരുഹൃദയത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബങ്ങളിൽ ഈ സമയം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രത്യേകതകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് അവിടുന്ന് വർഷിക്കണമേ. ഈശോയെ, ഈശോയെ, നീ സ്നേഹമായിരിക്കണം. വിളിച്ചു പ്രാർത്ഥിച്ചോ. സങ്കടങ്ങളെ ചേർത്ത് വെച്ച് വിളിച്ചോ. എന്റെ ഈശോയെ, ഈശോയെ വിളിച്ചേ. ഈശോയെ, ദാഹത്തോടെ പാടിക്കോ. എന്റെ ഈശോയെ, രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ വാഗ്ദാനങ്ങൾ അവിടെ നിറവേറപ്പെടട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൽ ഒഴുകുന്ന അനുഗ്രഹങ്ങൾ സകല കുടുംബങ്ങളിലേക്കും അവിടുന്ന് വ്യാപരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയ ഭക്തർക്ക്
ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ സകല കുടുംബങ്ങളിലേക്കും ഈ സമയം ഒഴുകട്ടെ. അവിടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കാം. അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കാം. ജീവിതകാലത്ത് പ്രത്യേകം അവരുടെ മരണസമയത്തും ഞാൻ അവരുടെ സങ്കേതമായിരിക്കും. അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ നിരവധി അനുഗ്രഹങ്ങൾ വർഷിക്കും. പാപികൾ എന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവ കണ്ടെത്തും. മന്ദതയുള്ള ആത്മാക്കൾ തീഷ്ണതയുള്ളവരായി തീരും. തീഷ്ണയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണ പദവിയിലേക്ക് അവിടുന്ന് ഉയർത്തപ്പെടും. എന്റെ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ചു വണങ്ങുന്ന ഭവനങ്ങളിൽ എന്റെ ആശീർവാദമുണ്ടാവും. കഠിന ഹൃദയരായ പാപികളെ മനസ്സ് തിരിക്കുവാനുള്ള വരം വൈദികർക്ക് ഞാൻ നൽകും. തിരുഹൃദയ ഭക്തർക്ക് അവിടുന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ സമയം തന്നെ ഈ മക്കൾക്ക് ഈ ആരാധനയെ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളിലേക്കും അവിടുന്ന് ഒടുകട്ടെ. രണ്ട് കരമുയർത്തി വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. കുടുംബങ്ങളിലേക്ക് ദൈവിക ശക്തി ഇതാ വ്യാപരിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ദൈവിക ശക്തി ഇതാ വ്യാപരിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് തിരുമുറിവുകളിൽ നിന്ന് ഇതാ ശക്തി ഒഴുകുന്നു. വിളിച്ച് വിളിച്ചുണരട്ടെ. യേശുവേ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാ. ഓരോ കുടുംബങ്ങളെ ഈശോ ആശീർവദിക്കുന്ന സമയമാ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ചുണരട്ടെ. യേശുവേ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ ദേശത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ ജോലി മേഖലയിലേക്ക് കടന്നു വരണമേ. ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ പുകഴ്ച